ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് അളഗപ്പനഗർ പഞ്ചായത്തിലെ പയ്യാക്കരയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. വേനൽ മഴയ്ക്ക് ശേഷമാണ് മുപ്പിളിവണ്ടിന്റെ ശല്യം ഉണ്ടാകുന്നത്. KSRTC അധികൃതരുടെ അനാസ്ഥ. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 35ഓളം വരുന്ന യാത്രക്കാർ മണിക്കൂറുകൾ അന്തർ സംസ്ഥാന പാതയിൽ വനത്തിൽ കുടുങ്ങി. അതിരപ്പള്ളി വനത്തിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം നടന്നു. വാച്ചുമരം കോളനിക്ക് സമീപം ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് പിടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് അളഗപ്പനഗർ പഞ്ചായത്തിലെ പയ്യാക്കരയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. വേനൽ മഴയ്ക്ക് ശേഷമാണ് മുപ്പിളിവണ്ടിന്റെ ശല്യം ഉണ്ടാകുന്നത്. 2 വർഷമായി ഈ സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. വണ്ടുകൾ വീണ്ടും കൂട്ടത്തോടെ നിറയുന്ന സ്ഥിതിയാണ്. വണ്ടുകൾ ശരീരത്തിൽ സ്പർശിക്കുന്നത് മൂലം അലർജി, തുമ്മൽ, ശ്വാസം മുട്ട്, ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നുണ്ട്. ഓടിട്ട വീടുകളിലാണ് വണ്ടിന്റെ ശല്യം കൂടുതലായി അനുഭവപ്പെടുന്നത്. നവംബർ മെയ് മാസങ്ങളിലാണ് മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമാകുന്നതെന്നും ദിവസത്തിൽ കുറഞ്ഞത് 10 തവണയെങ്കിലും വീട് വൃത്തിയാക്കേണ്ട സ്ഥിതിയാണെന്നും മാടശ്ശേരി ചേരനല്ലൂക്കാരൻ റോസിലി പറയുന്നു. ഈ കറുത്ത വണ്ട്, അതായത് മുപ്പിളി വണ്ട് എന്ന് പറയും, എരുമമൂട്ട എന്ന് പറയും ഞങ്ങള്. അതുപോലെയുള്ള ഈ വണ്ടിന്റെ ശല്യം ഭയങ്കരമായിട്ട് 2 കൊല്ലത്തിനുള്ളിൽ കണ്ടമാനം ശല്യമായി പെരുകി വീട്ടില് സ്റ്റോക്കാണ്. അത് മാസത്തില് 10 ദിവസം വെച്ച് വീട് മാറിപ്പോവും. മഴ പെയ്ത് പിന്നീട് വെയിലുദിക്കുമ്പോൾ കണ്ടമാനം ഇളകും. വീട്ടിൽ താമസിക്കാനും ഭക്ഷണം വെച്ച് പാകം ചെയ്ത് കഴിക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റാണ്ടായി. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ആരെങ്കിലും ചെയ്താൽ വളരെ ഉപകാരം. ഓടുമേഞ്ഞ വീടായതുകൊണ്ട് സമീപത്തെ മറ്റു വീടുകളെക്കാൾ റോസിലിയുടെ വീട്ടിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഈ സമയങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ സാധിക്കാത്ത സ്ഥിതിയാണ്. വണ്ടിനെ നശിപ്പിക്കാൻ മരുന്ന് തെളിച്ചെങ്കിലും മരുന്നിന്റെ ശക്തി കുറയുന്നതോടെ വീണ്ടും പഴയപടി നിറയുകയാണ്. തുടർച്ചയായി മരുന്നടിക്കുന്ന മുറയ്ക്ക് 3-4 ദിവസത്തേക്ക് മുട്ടശല്യം ഇല്ലാതാകുമെങ്കിലും മഴയ്ക്ക് ശേഷമുള്ള വെയിലിൽ വണ്ടുകൾ വീണ്ടും കൂട്ടത്തോടെ നിറയുന്ന സ്ഥിതിയാണ്. വണ്ടുകൾ ശരീരത്തിൽ സ്പർശിക്കുന്നത് മൂലം അലർജി, തുമ്മൽ, ശ്വാസമുട്ട്, ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിൽ റോസിലിയും സഹോദരനും അയൽപക്കത്തുള്ള ബന്ധുവീട്ടിലാണ് അഭയം തേടുന്നത്. മുപ്പിളിവണ്ട് ശല്യത്തിന് ശാസ്ത്രീയമായി പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, പുതുക്കാട്. KSRTC അധികൃതരുടെ അനാസ്ഥ. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 35ഓളം വരുന്ന യാത്രക്കാർ മണിക്കൂറുകൾ അന്തർ സംസ്ഥാന പാതയിൽ വനത്തിൽ കുടുങ്ങി. പകരം ബസ് അയക്കുവാൻ യാത്രക്കാർ ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. മണിക്കൂറുകളാണ് യാത്രക്കാർ വെള്ളം പോലും കുടിക്കാനില്ലാതെ കൊടും കാട്ടിൽ കഴിയേണ്ടി വന്നത്. രാത്രി 9 മണിക്ക് ചാലക്കുടിയിലെത്തേണ്ട KSRTC ബസ് എത്തിയത് 5 മണിക്കൂർ വൈകി ഞായറാഴ്ച പുലർച്ചെ 2 മണിക്ക്. ശനിയാഴ്ച മലക്കപ്പാറയിലേക്ക് പോയ ബസ് വൈകിട്ട് 5:10 മലക്കപ്പാറയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ 6 മണിയുടെ പത്തടി പാലത്തിന് സമീപത്ത് വെച്ച് തകരാറിലാവുകയായിരുന്നു. ബസിന്റെ സ്റ്റിയറിംഗ് തിരിയാതെ വന്നതോടെ ബസ് വഴിയിൽ കുടുങ്ങുകയായിരുന്നു. 4 വയസ്സുള്ള കുട്ടികൾ മുതൽ പ്രായമായവരടക്കം 35 യാത്രക്കാർ. വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ 4 മണിക്കൂർ നേരം ബസ്സിൽ തന്നെ കഴിയേണ്ടി വരികയായിരുന്നു. പകരം ബസ് അയക്കുവാൻ യാത്രക്കാർ ചാലക്കുടി KSRTC ഡിപ്പോ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ 9 മണിക്കാണ് സംഭവ സ്ഥലത്തെത്തിയത്. മലക്കപ്പാറയിലേക്ക് പോയ 2 KSRTC ബസ്സുകൾ അവിടെ തങ്ങി പിറ്റേ ദിവസമാണ് തിരിച്ചു പോരുന്നത്. അതിൽ നിന്ന് ഒരു വണ്ടി ഇവിടെ എത്തിച്ച് യാത്രക്കാരെ ചാലക്കുടിയിൽ എത്തിക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ തയ്യാറാവാതെ ചാലക്കുടിയിൽ നിന്ന് വേറെ ബസ് മലക്കപ്പാറയിലേക്ക് പോയി രാത്രി 10 മണിയോടെ ബസ് കേടുവന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് യാത്രക്കാരെ കയറ്റി ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ ചാലക്കുടി സ്റ്റാൻഡിൽ എത്തുകയായിരുന്നു. മണിക്കൂറുകളാണ് യാത്രക്കാർ വെള്ളം പോലും കുടിക്കാനില്ലാതെ കൊടുങ്കാട്ടിൽ അധികൃതരുടെ അനാസ്ഥ മൂലം കഴിയേണ്ടി വന്നത്. കാലപ്പഴക്കം ചെന്നതും നിലവിൽ കേടുപാടുകൾ ഉള്ള ബസ്സാണ് ഇത്രയധികം ദൂരെ വനമേഖലയിലേക്ക് സർവീസ് നടത്തിയിരുന്നത്. ശനിയാഴ്ച മറ്റൊരു മലക്കപ്പാറ ബസ്സും യന്ത്രത്തകരാർ മൂലം വഴിയിൽ കുടുങ്ങിയതായും പറയപ്പെടുന്നു. സ്റ്റിയറിംഗ് തിരിയാതെ വന്നതിന് കുറച്ചുകൂടി കഴിഞ്ഞാണ് സംഭവിക്കുന്നതെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിക്കുമായിരുന്നു. നിരവധി വളവുകൾ ഉള്ള സ്ഥലം കൂടിയാണിത്. വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട് സർക്കാരിൻ്റെ വാഹനം വലിയ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചിട്ടുമുണ്ട്.
മെക്കാനിക്കൽ വിഭാഗത്തിൻ്റെയും കൺട്രോളിംഗ് വിഭാഗത്തിൻ്റെയും എല്ലാം വലിയ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ 5 മണിക്കൂർ സമയം വൈകിയാണെങ്കിലും ചാലക്കുടിയിൽ എത്തുവാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണെന്ന് യാത്രക്കാർ പറഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി. അതിരപ്പള്ളി വനത്തിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം നടന്നു. വാച്ചുമരം കോളനിക്ക് സമീപം ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് പിടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം വനത്തിൽ സംസ്കരിച്ചു. വനത്തിൽ കാണാതായ വാച്ചുമരം കോളനി നിവാസി വയോധിക അമ്മിണിക്കായി വനംവകുപ്പ് നടത്തുന്ന തിരച്ചിലിനിടെയാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ആനയുടെ മസ്തകത്തിൽ മുറിവ് കണ്ടെത്തിയിട്ടുണ്ട്. ആനകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പറ്റിയ മുറിവാണെന്നാണ് നിഗമനം. ആനയുടെ മരണത്തിൽ അസ്വാഭാവികത ഒന്നും കണ്ടെത്താനായില്ലെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൃത്യമായ മരണകാരണം കണ്ടെത്താനാകൂ എന്ന് വനംവകുപ്പ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം വനത്തിൽ സംസ്കരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. പെർമിറ്റില്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ. പെർമിറ്റ് തുക അടയ്ക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തിയിരുന്നത്. പിഴയായി 1,20,000 രൂപ സർക്കാരിലേക്ക് അടച്ചു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണം സംഘം തീരക്കടലിലും അഴിമുഖത്തും നടത്തിയ പരിശോധനയിലാണ് പെർമിറ്റില്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന എറണാകുളം മുനമ്പം പള്ളിപ്പുറം സ്വദേശി വിനുവിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് ജോർജ് എന്ന ബോട്ട് പിടിച്ചെടുത്തത്. സർക്കാർ നിശ്ചയിച്ച പെർമിറ്റ് തുക അടയ്ക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തിയിരുന്നത്. ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് അഴീക്കോട് ഭാഗത്തു നിന്ന് വന്ന ബോട്ട് പിടിയിലായത്. ബോട്ടിലെ മത്സ്യം പരസ്യലേലം ചെയ്ത് ലഭിച്ച 17,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് പിഴയായി 1,20,000 രൂപ സർക്കാരിലേക്ക് അടച്ചു. പരിശോധനയ്ക്ക് AFEO സമന ഗോപൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER ഷിനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. സീ റെസ്ക്യൂ ഗാർഡുമാരായ ഷിഹാബ്, ഫസൽ, ശ്രാങ്ക് ദേവസി, എഞ്ചിൻ ഡ്രൈവർ പ്രകാശൻ എന്നിവരുമുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടിയിൽ LDF പാർലമെന്ററി പാർട്ടി മുനിസിപ്പൽ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നത്. ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിപക്ഷം ശക്തമായ വിമർശനം സമരത്തിൽ ഉന്നയിച്ചു. ചാലക്കുടി നഗരസഭ പൊതുമരാമത്ത് വിഭാഗത്തിലെ പ്രവർത്തനം മൂലം പൊതുജനത്തെ ദുരിതത്തിലാഴ്ത്തുന്ന നടപടിക്കെതിരെയും കലാഭവൻ മണി പാർക്കിലെ കുട്ടികളുടെ കളിയുപകരണങ്ങൾ കേടുവന്നിട്ട് 2 ആഴ്ച പിന്നിട്ടിട്ടും ശരിയാക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ചും LDF പാർലമെന്ററി പാർട്ടി മുനിസിപ്പൽ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ് സമരം ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ലീഡർ വിജി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. വീട് നിർമ്മാണത്തിനായി പെർമിറ്റിന് അപേക്ഷിക്കുന്നവർക്ക് 4 മാസം വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും ഓരോ കാരണങ്ങൾ പറഞ്ഞ് പെർമിറ്റ് നൽകാതെ സാധാരണക്കാരായ ജനത്തെ വലയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും LDF ആരോപിച്ചു. നഗരസഭയിലെ കരാറുകാർക്ക് അവർ പൂർത്തീകരിച്ച പ്രവൃത്തികളുടെ അളവെടുത്ത് ബിൽ തയ്യാറാക്കി നടപടികൾക്കായി അയച്ച് കരാറുകാർക്ക് പണം ലഭ്യമാക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഷൈജ സുനിൽ, ബിന്ദു ശശികുമാർ, ലില്ലി ജോസ്, TD എലിസബത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ട കാറിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ചു. അപകടത്തിൽ കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ 2 സ്ത്രീകൾക്കും ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്ത് നിന്ന് വന്ന കാർ സിഗ്നലിൽ നിർത്തിയിട്ട ഉടനെ പുറകിൽ നിന്ന് വന്നിരുന്ന ബസ് കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിലുള്ള പാതയിലാണ് നിന്നത്. കാറിന്റെ പുറകുവശം തകർന്നു. കാർ യാത്രക്കാരായ 2 സ്ത്രീകൾക്കും ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. ബസിന്റെ ചില്ല് തകർന്നു. ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മീഡിയ ടൈം, പുതുക്കാട്.
ഇനി നാട്ടിൽ നടന്നത്. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ ഇന്നലെ രാവിലെയുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന 2 യുവാക്കൾ കൂടി മരിച്ചു. ബീച്ചിൽ കുളിക്കുന്നതിനിടെ ആയിരുന്നു അപകടമുണ്ടായത്. കത്രിക്കടവ് സ്വദേശി മിലൻ സെബാസ്റ്റ്യൻ, ആൽവിൻ എന്നിവരാണ് മരിച്ചത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 3ആയി. കലൂർ സ്വദേശിയായ അഭിഷേക് ഇന്നലെ മരിച്ചിരുന്നു. മറ്റു 2 പേരും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നടന്ന കാർ അപകടത്തിൽ മരിച്ച കണ്ടേശ്വരം സ്വദേശി ശിവകുമാറിന്റെ വസതിയിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശനം നടത്തി. മന്ത്രിയുടെ ഇരിങ്ങാലക്കുടയിലുള്ള വീടിന് സമീപത്താണ് ശിവകുമാറും കുടുംബവും താമസിക്കുന്നത്. ശിവകുമാറിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിച്ചാണ് മന്ത്രി മടങ്ങിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയുടെ അപകടത്തിൽ ശിവകുമാറും മക്കളായ ശരത്, സൗരവ് എന്നിവരാണ് മരണപ്പെട്ടത്. ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റിന്റെ 3ാം വാർഷികാഘോഷവും ഗ്ലോബൽ കാർബൺ ന്യൂട്രൽ ക്ലബിന്റെ ഉദ്ഘാടനവും നന്ദിക്കരയിൽ നടന്നു. പത്മശ്രീ മീനാക്ഷിയമ്മ കളരി ഗുരുക്കൾ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഫൗണ്ടേഷന്റെ സ്മരണിക പ്രകാശനവും ബൈജു മോഹൻദാസിന്റെ കളരിപ്പയറ്റിനെ കുറിച്ചുള്ള പുസ്തക പ്രകാശനവും നടന്നു. ഫൗണ്ടേഷൻ ചെയർമാൻ കെ ഗണേഷ് അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ കുഞ്ഞിമോൻ, കലാമണ്ഡലം മോഹനൻ, ഡോക്ടർ ഗോപകുമാർ, ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, മണിവർണ്ണൻ, ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച അമേരിക്കൻ വനിത ടീസ, ഡോക്ടർ വെങ്കടേഷ് എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി സ്നേഹസംഗമം കൂട്ടുകുടുംബം 15ാം വാർഷികാഘോഷവും പഠനോപകരണ വിതരണവും നടത്തി. എഴുത്തുകാരൻ ബാപ്പു വലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. സ്നേഹസംഗമം പ്രസിഡന്റ് ഉഷ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. RI സക്കറിയ, ഷൈജൻ, ശ്രീവത്സം, അബ്ദുൾ അസീസ് തളിക്കുളം, വസന്തകുമാരി, VV ജയൻ, ഉമർ പഴുവിൽ, അബ്ദുൾ റഹ്മാൻ ചേർപ്പ്, സുധിനി, സുഷിൽ, സുകുമാരൻ വെള്ളാഞ്ചേരി, സിന്ധുജ സുനേഷ് എന്നിവർ സംസാരിച്ചു. ഐരാണിക്കുളം ഉദയം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഉദയം സോക്കർ ഫെസ്റ്റിന് സമാപനമായി. ഐരാണിക്കുളം സ്കൂളിന്റെ മൈതാനിയിൽ മെയ് 5 മുതൽ 12 വരെയാണ് നടന്നത്. ചീനിക്കാസ് ബ്രദേഴ്സ് ചാലക്കുടി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പെരിയാർ റൈസ് കാലടിയെ പരാജയപ്പെടുത്തി വിജയികളായി. സമാപന സമ്മേളനം വി. ആർ. സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സമ്മാനദാനം നിർവഹിച്ചു. ഉദയം പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സന്തോഷ് കുമാർ, KV ജോയ് എന്നിവർ സംസാരിച്ചു. കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ശതാബ്ദി ജൂബിലി വർഷ ഉദ്ഘാടനവും ഇടവക ദിനാഘോഷവും നടന്നു. ബെന്നി ബെഹ്റാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പിതാവിന്റെ പ്രസംഗം ഈ ഇടവകയെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ക്രിസ്തീയ ദർശനത്തെക്കുറിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ രൂപതയും സഭയും ഏറ്റെടുത്തിരിക്കുന്ന ആത്മീയ പ്രവർത്തനത്തെക്കുറിച്ചും അതുവഴി നടപ്പാക്കാൻ പോകുന്ന മറ്റ് കർമ്മപരിപാടികളെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചത്. ക്രിസ്തീയ സഭയെക്കുറിച്ച് പിതാവ് പറഞ്ഞ വാക്ക് വിശ്വാസാധിഷ്ഠിതമായ ഒരു സ്നേഹ സമൂഹം കെട്ടിപ്പടുക്കേണ്ടതാണ്. ആ വിശ്വാസാധിഷ്ഠിതമായ സ്നേഹസമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർപ്പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ ഫെബിൻ കൊടിയൻ, ആൻഡ്രോസ് കിഴക്കൂട്ട്, ഫാദർ വിൽസൺ ഈരത്തറ, ഫാദർ വർഗീസ് പാത്താടൻ, പുത്തുഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, സിസ്റ്റർ മൈരിയ ടോം, പഞ്ചായത്ത് അംഗം AV ഉണ്ണികൃഷ്ണൻ, സ്നേഹു തെക്കേത്തല, ഷാജി മേക്കാട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 80 വയസ്സിന് മുകളിലുള്ള ഇടവകയിലെ അംഗങ്ങളെ ആദരിച്ചു. മാള ലയൺസ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷം മെയ് 15 നടത്തും. മാള ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ പ്രതിഭകളെ ആദരിക്കും. നിർധനർക്കായി വീട് നിർമ്മിച്ചു നൽകൽ, നിർധന രോഗികൾക്ക് ചികിത്സാ സഹായം, മെഡിക്കൽ ക്യാമ്പുകൾ, ഭിന്നശേഷിക്കാർക്ക് വാഹനങ്ങൾ, സ്വയം തൊഴിൽ സഹായം, നിർധന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം തുടങ്ങി നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്നത്. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഷീല ജോസ്, ജോൺ ജോസഫ്, ജോസ് കൊടിയൻ, ജോളി വടക്കൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ ഏകദിന ശില്പകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചോല ഗാലറി MD ജോമോൻ ആലൂക്ക ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ VJ ജോജി അധ്യക്ഷനായി. 30ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. പ്രശസ്ത ശില്പി വിജു വാളൂർ ക്യാമ്പ് ഡയറക്ടറായിരുന്നു. ചിത്രകാരൻ സുരേഷ് മുട്ടത്തി,
ലജിത KS, ലൂസി MO, വിജയ് ആന്റണി, വിജേഷ് MP തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ ക്യാമ്പ്, ശില്പങ്ങളുടെ പ്രദർശനം, ക്യാമ്പ് അവലോകനം, കലാപരിപാടികൾ എന്നിവ നടന്നു. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ മെയ് 14 ചൊവ്വാഴ്ച ആഘോഷിക്കും. ചെട്ടിക്കാട് ദേവാലയം 1 ലക്ഷത്തിലേറെ പേർക്കുള്ള ഊട്ടുസദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 10:15 തുടങ്ങുന്ന ഊട്ടുനേർച്ച രാത്രി വരെ തുടരും. പാവർ ടി വിജയന്റെ നേതൃത്വത്തിലുള്ള 120-ലധികം പാചക വിദഗ്ധരും ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്നാണ് ഊട്ടുസദ്യ ഒരുക്കുന്നത്. ഇതിനായി ടൺ കണക്കിന് അരി, പച്ചക്കറി എന്നിവ വേണ്ടിവന്നു. തിങ്കളാഴ്ച രാവിലെ റെക്ടർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ അടുപ്പിൽ തീ പകർന്നു നൽകിയതോടെ സജീവമായ പാചകപ്പുരയിൽ നാളെ രാത്രി വരെ പാചകം തുടരും. ആയിരങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഊട്ടുപന്തൽ പള്ളിമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് അളഗപ്പനഗർ പഞ്ചായത്തിലെ പയ്യാക്കരയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. വേനൽ മഴയ്ക്ക് ശേഷമാണ് മുപ്പിളിവണ്ടിന്റെ ശല്യമുണ്ടാകുന്നത്. KSRTC അധികൃതരുടെ അനാസ്ഥ. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 35ഓളം വരുന്ന യാത്രക്കാർ മണിക്കൂറുകൾ അന്തർ സംസ്ഥാന പാതയിൽ വനത്തിൽ കുടുങ്ങി. അതിരപ്പള്ളി വനത്തിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം നടന്നു. വാച്ചുമരം കോളനിക്ക് സമീപം ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് പിടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.